ഒരു ദിവസം ഒരു ദൈവദാസൻ സഭയിൽ വചനം സംസാരിക്കുകയാണ്. അതിൻ്റെ വിഷയം എന്താണെന്നറിയാമോ? പിശാച്. പിശാച് വഞ്ചകനാണ്, കള്ളനാണ്. പിശാച് വെളിച്ച ദൂതനായിട്ട് കടന്നു വന്ന ആളുകളെ വഞ്ചിക്കുന്നു. യേശുക്രിസ്തുവിനെ പോലും പരീക്ഷിച്ചു. പത്രോസിനെ കൊണ്ട് യേശുവിനെ തള്ളിപ്പറയിപ്പിച്ചു. ദാവീദിനെ പോലും വീഴിച്ചു. അതുകൊണ്ട് പിശാചിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുൻപിലിതാ സാത്താൻ പ്രത്യക്ഷനായി. ആ ആലയത്തിൽ സാത്താൻ പ്രത്യക്ഷനായി നടന്ന് നടന്ന് മുൻപോട്ട് വരികയാണ്. ആ സമയത്ത് പിശാചിൻ്റെ വിഷയത്തിൽ സൂക്ഷിക്കുക, പിശാചിനെ നിങ്ങൾ കരുതിയിരിക്കുക എന്ന് ദൈവദാസൻ പറയുന്നത് സമയത്ത് പിശാച് വന്നപ്പോൾ സ സ സ സ സ സ സ സ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും എന്തൊരു സാസയാണ്. അടുത്തതിനെ ദൈവദാസന് ഒരു മുറിയുണ്ടല്ലോ. ദൈവദാസൻ അവിടേക്ക് ഓടിപ്പോയി. എന്താണ് ദൈവദാസൻ ഓടിപ്പോയെന്ന് ആൾക്കാർ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ നിൽക്കുന്നു സാത്താൻ. അങ്ങനെ സാത്താൻ ആലയത്തിലേക്ക് വന്നതായ സമയത്ത് ആലയത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഓടടാ ഓട്ടം. എല്ലാവരും ഓടുന്ന സമയത്ത് പ്രായമുള്ളതായ ഒരു സ്ത്രീ അവിടെ മുൻപോട്ട് വീഴാനിടയായി. അങ്ങനെ മുൻപോട്ട് വീണപ്പോൾ എന്താണ് എല്ലാവരും ഇങ്ങനെ കിടന്ന് ഓടുന്നത്, എന്താണെന്ന് ചോദിച്ചു കളയാമെന്ന് വിചാരിച്ച് അവൻ മുൻപോട്ട് വരുമ്പോൾ പ്രായമുള്ളവരായ ആ സ്ത്രീ പറയുകയാണ്, അയ്യോ എന്നെ ഒന്നും ചെയ്യരുതേ, ഞാനും നിൻ്റെ പാർട്ടിയാണ്. എന്താണ് പറയുന്നത്? ഞാനും നിൻ്റെ പാർട്ടിയാണ്. ഞായറാഴ്ച വെറുതെ ആരാധനയ്ക്ക് വരും, അത്രയേ ഉള്ളൂ കാര്യം. അതിനുശേഷം എനിക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, പിന്നെ നമ്മൾ തമ്മിൽ കൂട്ടുകാരാണല്ലോ. എന്നാൽ അയാൾ ആരാണെന്നറിയാമോ? പ്രച്ഛന്ന വേഷക്കാരനാണ്. ഓരോ ദിവസം ഓരോരോ വേഷം ധരിക്കാനിടയാകും. എന്നിട്ട് ആളുകളിൽ നിന്ന് പണം ശേഖരിക്കും. അന്ന് പിശാചിൻ്റെ വേഷമാണ് ധരിച്ചത്. എന്നാൽ മഴ പെയ്തത് കാരണം വെളിയിൽ സ്ഥലമില്ല, അകത്ത് കയറിയതാണ്. എന്നാൽ ആലയത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും അവനെ കണ്ട് പേടിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരാൾ മാത്രം ഓടാതെ അവിടെ നിന്നു. അയാളുടെ അരികിലേക്ക് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ? അറിയാം. ആരാണ്? സാത്താൻ. എല്ലാവരും പേടിച്ച് ഓടിപ്പോയല്ലോ, നീ എന്തുകൊണ്ടാണ് ഓടാതിരുന്നത്? സുഹൃത്തുക്കളെ, പിശാചിനോട് നമ്മൾ പോരാടി നിൽക്കുകയാണോ, അതോ ഞാനും നിന്റെ പാർട്ടിയാണെന്ന് പറയുകയാണോ? അന്ന് യാക്കോബ് ഏകനായിരുന്നപ്പോൾ അവൻ പോരാടി. യാക്കോബ് ഏകനായിരുന്നപ്പോൾ അവൻ പരാജയപ്പെട്ടില്ല, അവൻ പോരാടി. സഹോദരങ്ങളെ, ഏകനായിരിക്കുമ്പോൾ നമുക്ക് പോരാടാം. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആത്മീയതയെ കാത്തു സൂക്ഷിക്കാം. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാം. കേൾക്കുക, യാക്കോബ് ഒറ്റയ്ക്കായിരുന്നപ്പോൾ പ്രാർത്ഥനയിൽ പോരാടി അവൻ ജയിക്കുവാനിടയായി. യോസേഫ് ഒറ്റയ്ക്കായിരുന്നപ്പോൾ പാപത്തെ ജയിച്ചു, അതവനെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയാക്കി മാറ്റി. ദാവീദ് ഒറ്റയ്ക്കായിരുന്നപ്പോൾ ജഡമോഹം അവനിൽ കടന്നു വന്നപ്പോൾ, പാപം ചെയ്യാനുള്ള ആഗ്രഹം കടന്നു വന്നപ്പോൾ അതവൻ്റെ ജീവിതത്തിൽ അവനെ ഒതുക്കുവാനിടയായി. അവനെക്കൊണ്ട് പാപം ചെയ്യിച്ചു. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോളം താൻ ചെയ്തതായ പാപത്തിൻ്റെ പരിണതഫലം അനുഭവിച്ചു. ഇന്ന് യോസെഫിനെ പോലെ ഏകനായിരിക്കുമ്പോൾ ജയിക്കുന്നവനായിരിക്കുക. യാക്കോബിനെ പോലെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ജയിക്കുന്നവനായിരിക്കുക. യാക്കോബ് അന്ന് ആ പുരുഷനുമായിട്ട്, അതായത് ദൈവവുമായിട്ട് പോരാടുന്ന സമയത്ത് ദൈവം അവനോട് പറഞ്ഞു, എന്നെ പോകാൻ അനുവദിക്കൂ എന്ന്. ഞാൻ നിന്നെ വിടുകയില്ല. ഒരുപക്ഷെ ദൈവം ഈ ദിവസം നീ ആഗ്രഹിച്ചത് നിനക്ക് നൽകാതെ, നീ പോരാടുന്നത് നിനക്ക് ലഭിക്കുവാനിടയാക്കാതെ നിന്നെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, അന്ന് അതായിരുന്നു സംഭവിച്ചത്. യാക്കോബ് ദൈവവുമായിട്ട് മല്ലുപിടിച്ച് പിടിവിടാതെ ഇരുന്നതായ സമയത്ത് ദൈവം അവനൊരു അടി കൊടുത്തു. ദൈവം അവനെ അടിച്ചിട്ടും അവൻ പിടിവിട്ടില്ല. എനിക്ക് വേണ്ടത് ദൈവത്തെയല്ല, എനിക്ക് വേണ്ടത് അനുഗ്രഹങ്ങളാണ്. ദൈവത്തെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, ദൈവം തരുന്ന നന്മകളാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നന്മയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരികയാണെങ്കിൽ നന്മ തരുന്നതായ ദൈവത്തെ നിങ്ങൾ നഷ്ടമാക്കുകയായിരിക്കും ചെയ്യുന്നത്.
മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി ഇന്ന് നീ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. കേട്ടതായി വചനം ഞങ്ങളിൽ ഫലം കായ്ക്കാനിടയാക്കണമേ. യാക്കോബ് ഞാനൊരു ബായിയാണ്, ഞാനൊരു കാപട്യമുള്ളവനാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ, സമ്മതിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റം കൊടുത്തുവല്ലോ. അവനെ അത്ഭുതവാനായ ഒരു വ്യക്തിയാക്കി നീ മാറ്റിയല്ലോ. നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ദൈവമേ, നിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവർക്കായി കരുതുവാനുമൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. അത് നിൻ്റെ വചനമാണല്ലോ. ഈ വചനത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതകരമായ ഉത്തരം ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ.